നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങളെക്കുറിച്ച് അത്യന്തം ഉദ്വേഗപൂർണമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെയും ഇറാന്റെയും ഭാഗത്തു നിന്ന് കൂടുതൽ പ്രകോപനപരമായ സമീപനങ്ങൾ ഉണ്ടാകുന്നു എന്നത് ആ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് മിക്ക അന്തർദേശീയ മാധ്യമങ്ങളും പുറത്തുവിടുന്നത്. ഇറാൻ അവരുടെ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് അണുകിട പോലും വ്യതിചലിക്കില്ല. അതായത് അവരുടെ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ യുറേനിയം സമ്പുഷ്ടീകരണമായി മുന്നോട്ട് പോകും. ഒപ്പം അമേരിക്കയും ഇസ്രായേലും ആവശ്യപ്പെടുന്നത് പോലെ പൂർണ്ണമായും യുറാനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കുന്ന ഒരു നടപടി ഉണ്ടാകില്ല എന്ന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കലുകൾ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ അവർ അവരുടെ മിസൈലുകളുടെ ദൂരപരിധി കുറയ്ക്കുന്നതിനും തയ്യാറാകുന്നില്ല എന്ന ഒരു സാഹചര്യം പശ്ചിമ ഏഷ്യയിൽ കൂടുതൽ യുദ്ധസഹജമായ സാഹചര്യം വിളിച്ചു വരുത്തുന്നു എന്ന് തന്നെയാണ് വാർത്താമാധ്യമങ്ങൾ ഈ നിമിഷവും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും അവസാന നിമിഷം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ, പെൻഡഗൻ ഏതു നിമിഷവും ഇറാനെ ആക്രമിക്കുവാൻ തയ്യാറാണെന്ന് വൈറ്റ് ഹൗസിനെ അറിയിച്ചു എന്ന വാർത്തയാണ്. അതായത് പെൻഡഗൻ്റെ ഭാഗത്ത് നിന്ന് ഇറാൻ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്കയുടെ പ്രതിരോധ ഘടകത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാൻ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി വൈറ്റ് ഹൗസിൻ്റെ, അതായത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒരു ഉത്തരവ് മാത്രം കാത്തിരിക്കുന്നു എന്ന രീതിയിലാണ് വൈറ്റ് ഹൗസിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ വിഖ്യാതമായ നാവിക കപ്പൽ അത് ഇസ്രായേൽ തീരത്തായിരിക്കും നങ്കൂരമിടുക എന്ന വാർത്ത പുറത്തു വരികയാണ്. അതായത് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന പക്ഷം ഇറാൻ്റെ പ്രത്യാക്രമണം ഉണ്ടാകുക ഇസ്രായേലിനെതിരെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ മിസൈലുകളെ പ്രതിരോധിക്കുക എന്ന ഉദ്യമം ഏറ്റെടുത്തുകൊണ്ട് ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന നാവിക കപ്പൽ ഇസ്രായേൽ തീരത്തായിരിക്കും നങ്കൂരമിടുക എന്ന രീതിയിലുള്ള മാധ്യമ വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ 47 വർഷമായി ഇറാനെ നശിപ്പിക്കുവാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ഇനിയും ശ്രമിക്കും, പക്ഷേ കഴിയില്ല എന്ന ഒരു അസന്നിഗ്ധമായ പ്രസ്താവന അയത്തുള്ള അലി ഖംനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അടിച്ചാൽ തിരിച്ചടിക്കും എന്ന ശക്തമായ ഒരു സന്ദേശം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിഴലിക്കുന്നു എന്ന് തന്നെയാണ് വിദഗ്ധ അഭിപ്രായം. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വരുന്നത്. മറ്റൊന്ന്, ഇറാനിൽ റഷ്യയുടെ ഡുംഡെ വിമാനം ടെഹ്റാനിൽ എത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതായത് റഷ്യൻ പ്രസിഡന്റ് അതീവ സുരക്ഷാ കവചം ഒരുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഈ വിമാനം ഇറാനിൽ എത്തിയതായ ചില സ്ഥിരീകരിക്കാത്ത മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതായത് റഷ്യ ഇറാനുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നു. നേരത്തെ നമ്മൾ ചർച്ച ചെയ്താണ് ചൈനയുടെ സഹായം, പ്രത്യേകിച്ചും ഹോർമൂസ് കടലിടുക്കിൽ ഈ നിമിഷങ്ങളിൽ ഇറാനും ചൈനയും റഷ്യയും ചേർന്നുള്ള സൈനിക അഭ്യാസങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചൈനയുടെ പടക്കപ്പലുകൾ ആ ഭാഗത്തേക്ക് വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നതിനോടൊപ്പം തന്നെ ഈ റഷ്യയുടെ അത്യന്താധുനികമായ വിമാനം കൂടി, സൈനിക വിമാനം കൂടി ഇറാനിലെത്തുമ്പോൾ അത് ആ സംഘർഷത്തിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഇറാൻ തങ്ങളുടെ മിസൈലുകളുടെ പ്രവർത്തനക്ഷമതയും കമാൻഡിംഗ് സംവിധാനങ്ങളുടെ ക്ഷമതയും ഒക്കെ ഇപ്പോൾ വിലയിരുത്തുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇസ്രായേലും ഹൈ ഡിഫൻസ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം ഇറാനീസ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്, ചൈനീസ് ഉപഗ്രഹങ്ങൾ പുതുതായി വിന്യസിപ്പിച്ച അമേരിക്കയുടെ F-35 വിമാനങ്ങളുടെയും ഗ്രൗണ്ട് ഇലക്ട്രോണിക് വാർഫെയർ ജെറ്റുകളുടെയും ഒക്കെ സ്ഥാനം വെളിപ്പെടുത്തുന്നു എന്നതാണ്. ഈ യുദ്ധവിമാനങ്ങളൊക്കെയും ഇപ്പോൾ ജോർദാനിലാണ് എന്നാണ് ചൈനീസ് ഉപഗ്രഹങ്ങൾ പുറത്തുവിടുന്ന ചിത്രങ്ങൾ വഴി വ്യക്തമാകുന്നത്. അത് ഇറാന് കൈമാറിയിട്ടുള്ളതാണോ അല്ലെങ്കിൽ അവർ സ്വന്തമായി പുറത്തുവിട്ടതാണോ എന്ന ഒരു നിഗമനം പുറത്തു വരുന്നില്ല. പക്ഷേ ഇത് ഇറാനിയൻ മാധ്യമങ്ങൾ കാണുന്നുണ്ട്. ചൈനീസ് ഉപഗ്രഹങ്ങൾ F-35 യുദ്ധവിമാനങ്ങളുടെയൊക്കെയും ചിത്രങ്ങൾ പുറത്തുവിടുന്നു. അത് ജോർദാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ ഇറാനെതിരെയുള്ള ആക്രമണങ്ങളുടെ ഒരു കേന്ദ്രമായി ജോർദാൻ മാറിയേക്കാം എന്നുള്ള നിഗമനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ജോർദാനും ഒരുപക്ഷെ യുദ്ധത്തിൽ വലിച്ചിഴക്കപ്പെടുവാനുള്ള അല്ലെങ്കിൽ ഭാഗമാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയാണ്. മറ്റൊന്ന്, മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് എന്ന പേരിൽ ഇറാനും ചൈനയും ഒപ്പം റഷ്യയും ചേർന്ന് നടത്തുന്ന വലിയ നാവിക അഭ്യാസത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ വലിയ രീതിയിൽ സംരക്ഷണം ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ ഒരുപക്ഷെ ചൈനയും റഷ്യയും കൂടുതൽ കാര്യക്ഷമമായി ഇറാനോടൊപ്പം നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്ന രീതിയിലുള്ള വാർത്താ
വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ചില വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ ഭാഗിയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.